ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. കാരണം എനിക്ക് കുറേ അത്യാവശ്യങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു. അതിനിടയ്ക്ക് മഴയും ഒക്കെ ആയിട്ട് ആകപ്പാടെ മൊത്തത്തിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. ഒരു ക്ലാസ് എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. മോൻ്റെ ആണെങ്കിലും 10th കഴിഞ്ഞു, +1 അഡ്മിഷൻ, അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടന്ന് നമുക്ക് ആ ഒരു ടൈം കീപ്പ് ചെയ്ത് വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് എടുത്തു തരാനായിട്ടുള്ള കുറേ അസൗകര്യങ്ങളുണ്ടായി. അതുകൊണ്ടാണ് ഉണ്ടാവാതിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ 150 ടോപ്പിക്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും സീരിയസ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ 150 ടോപ്പിക്സിൽ ഏതാണ്ട് 66ഓളം ടോപ്പിക്സ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. അതായത് 150 ടോപ്പിക്ക് 66 ടോപ്പിക്കേ ആയിട്ടുള്ളൂ. ഈ 150 ടോപ്പിക്സ് എന്ന് പറയുന്നത് തന്നെ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഫോർ അപ്കമിങ് എക്സാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ 150 ടോപ്പിക്സിൽ 67ാമത്തെ ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 67ാമത്തെ ടോപ്പിക്സിൽ ചെയ്യുന്നതും ഒരു പ്രധാനപ്പെട്ട ഏരിയ തന്നെയാണ്. നിങ്ങൾക്കറിയാം, നമ്മളോട് ഇന്ത്യയിലെ കാർഷിക കാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പണ്ട് മുതൽക്കും ഇപ്പോഴും ഒക്കെ PSC ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പല രീതിയിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, കുറേ പേർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പം നമ്മൾ തരുന്ന 150 ടോപ്പിക്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കണം, പഠിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് കണ്ടുപഠിച്ച പല ഉദ്യോഗാർത്ഥികളും ഇന്ന് സർക്കാർ സർവീസിൽ കയറിയിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഒരു അനന്തു എന്ന് പറഞ്ഞ പയ്യൻ അവന് LGS ആയിട്ട് ജോലിക്ക് കയറി. എന്നെ വന്ന് കണ്ടിരുന്നു, സന്തോഷം അറിയിച്ചു. ഒരുപാട് സന്തോഷം തോന്നിയത് കണ്ടപ്പോൾ. അപ്പം നിങ്ങളിപ്പോൾ എന്നെ ഇൻഫോം ചെയ്യുക എന്നുള്ളതല്ല, വന്ന് കാണുകയൊന്നുമല്ല, നിങ്ങൾ സർവീസിൽ കയറി എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ അതീവ സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഉപകാരം ചെയ്യുകയുള്ളൂ, അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ ഒരു ടൈം വേസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ് അല്ല നമ്മുടേത്. പല കുട്ടികളും പലപ്പോഴും കമൻറ്റ് ഇടാറുണ്ട്, ഈവൻ ഒരു പെയ്ഡ് ക്ലാസ് പോലും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പോലും കിട്ടാത്തത്ര കണ്ടന്റാണ് ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യവും കൂടി പറഞ്ഞോട്ടെ, നമ്മൾ ജൂൺ 1 റിവിഷൻ ക്ലാസ് ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൻ്റെ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് പെയ്ഡ് കോഴ്സാണ്. ഇനിയും സിലബസ് വൈസ് പഠിച്ചിട്ടില്ലാത്തവർക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും, പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും യൂസ്ഫുൾ ആയിരിക്കും. കാരണം അതൊരു റിവിഷൻ ക്ലാസ് ആണ്. റിവിഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിലബസിനെ ഫുൾ റിവൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ജോയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൽ നമ്മുടെ റിവിഷൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 1 തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൻ്റെ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പ് നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് LDC റിവിഷൻ ക്ലാസ്സും ഉണ്ട്, LGSനും റിവിഷൻ ക്ലാസ് ഉണ്ട്. ഇപ്പോൾ LGS വേണ്ടവർക്ക് LGSൻ്റെ റിവിഷൻ ക്ലാസ്സിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് അടച്ച് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. LDC റിവിഷൻ ക്ലാസ് ആണ് വേണ്ടതെങ്കിൽ LDCയുടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. LDC റിവിഷൻ ക്ലാസ്സിന് വേണ്ടി നമ്മൾ ആകെ 750 രൂപ മാത്രമേ ഫീസായിട്ട് കളക്ട് ചെയ്യുന്നുള്ളൂ. 750 റുപ്പീസാണ് LDC റിവിഷൻ ക്ലാസ് മാത്രമാണ് കൊടുക്കുന്നത്. LGSൻ്റെ റിവിഷൻ ക്ലാസ്സിന് നമുക്ക് വരുന്നത് 550 ആണ് കേട്ടോ. 550 രൂപയാണ് ഫീസ്. LDCയുടെ 750ഉം LGS 550 അല്ല 500 രൂപയാണ് കേട്ടോ. LGSൻ്റെ റിവിഷൻ ക്ലാസ് 500ഉം LDCയുടെ റിവിഷൻ ക്ലാസ് 750 റുപ്പീസാണ്. അപ്പോൾ ജൂൺ 1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴേ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ആപ്പിലുണ്ട്. സോ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് LDC റിവിഷൻ ക്ലാസ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ LDC റിവിഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. LGS റിവിഷൻ ക്ലാസ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ റിവിഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ഫുൾ സിലബസ് റിവൈസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇത്രയും കുറഞ്ഞ നിരക്കിൽ നമ്മൾ തരുന്നത്. മാക്സിമം പ്രയോജനപ്പെടുത്തുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ ഇവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പം ഇന്ത്യയുടെ നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹാരാജ്യം അല്ലേ, കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. നമ്മളെപ്പോഴും പറയാറുണ്ട് ഇന്ത്യയുടെ ഇക്കോണമി അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തികം എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കോണമിയുടെ, ഇന്ത്യൻ സാമ്പത്തികത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് തന്നെ കാർഷിക മേഖലയാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് പ്രധാനമായിട്ടും 2 രീതിയിലാണ്. ഒന്ന് മൺസൂണിനെ ഡിപ്പെൻഡ് ചെയ്ത്, അതായത് മഴയെ ഡിപ്പെൻഡ് ചെയ്ത്, മഴയെ ആശ്രയിച്ചുള്ള കൃഷി രീതിയുണ്ട്. അതുപോലെ ജലസേചനം പ്രയോജനപ്പെടുത്തിയുള്ള കൃഷി രീതിയും നമുക്കുണ്ട്. അങ്ങനെ 2 രീതിയിലുള്ള കൃഷി രീതികളാണ് സാധാരണയായിട്ട് നമ്മളിവിടെ ചെയ്യാറുള്ളത്. ഒന്ന് മഴയെ ആശ്രയിച്ചും ചെയ്യും, മറ്റൊന്ന് മഴയില്ലാത്ത പ്രദേശങ്ങളിലാണെങ്കിൽ കനാൽ വഴിയോ അല്ലെങ്കിൽ മറ്റു മാർഗം മുഖേനയോ വെള്ളം ഉപയോഗിച്ച് ജലസേചന മാർഗം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കൃഷി ചെയ്യാറുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഇപ്പം നമ്മൾ പഠിക്കുന്നത് പ്രധാനപ്പെട്ട
കാർഷിക കാലങ്ങളാണ്. നമുക്ക് 3 കാർഷിക കാലങ്ങളാണുള്ളത്. നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സൈദ്. എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. SCRT പുസ്തകത്തെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നത്. സോ സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ പറയുന്ന ഓരോ സെന്റൻസും നിങ്ങൾക്ക് പ്രസ്താവന ചോദിച്ചാൽ പോലും യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ഒരു സെന്റൻസ്, ഒരു വേർഡ് പോലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാതെ വേണം കാണാൻ. എന്നാൽ നിങ്ങൾക്കത് ഒത്തിരി പ്രയോജനം ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഖാരിഫ് വിളകളെ കുറിച്ച് പഠിക്കാം. ഇത് ഞാൻ പറഞ്ഞു പൂർണ്ണമായും SCRT പുസ്തകമാണ്. 10th സ്റ്റാൻഡേർഡിലെ കുട്ടികളുടെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. അതിനെ ബേസ് ചെയ്ത് പറയുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് SCRT ബേസ് ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. PSCയുടെ മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ SCRT ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് കണ്ടിരിക്കുന്നത്. ആദ്യത്തെ കാലം ഖാരിഫ് വിള, അല്ലെങ്കിൽ നമുക്ക് ഖാരിഫിനെ കുറിച്ച് പഠിക്കാം. ഖാരിഫില് വിള ഇറക്കുന്നത് ജൂൺ മാസത്തിലാണ്. ജൂണിന്റെ പ്രത്യേകത എന്താ? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. അതായത് മൺസൂണിന്റെ ആരംഭത്തോടുകൂടി തുടങ്ങി വയ്ക്കുന്ന കൃഷി രീതിയാണ് ഇത് ഖാരിഫ്. അപ്പൊ ഓർക്കുക, ജൂൺ മാസമാണ് വിള ഇറക്കുന്നത്, അല്ലെങ്കിൽ മൺസൂണിന്റെ ആരംഭകാലത്താണ് എന്ത് ചെയ്യുന്നത്, വിള ഇറക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. വിളവെടുക്കുന്നത് നവംബറിൽ എന്ന് പറഞ്ഞാൽ മൺസൂണിന്റെ അവസാന കാലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ ജൂണിൽ വിളവിറക്കി നവംബറിൽ വിളവെടുക്കുന്ന രീതിയിലാണ് ഖാരിഫ് വിളകൾ കൃഷി ചെയ്യുന്നത്. പ്രധാനമായും നമ്മൾ ഉത്തരേന്ത്യയെ ബേസ് ചെയ്താണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഖാരിഫ് വിളകളാണ് നെല്ല് അല്ലെങ്കിൽ അരി. അരി നെല്ല് കുത്തിയാണ് എടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ അരി ഏതാന്ന് ചോദിച്ചാലും ഖാരിഫ് ആണെന്ന് ഓർത്ത് വെക്കുക. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. അതുപോലെ തിനവിളകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബജ്ര ഒക്കെ പറയില്ലേ, ബജ്രയൊക്കെ വരുന്നത് തിനവിളകളിലാണ്. തിനവിളകള്, ചോളം. അപ്പം നെല്ല്, തിനവിളകൾ, ചോളം. അതുപോലെ തന്നെ നമ്മുടെ കരിമ്പ്, നിലക്കടല, ദെൻ പരുത്തി, ചണം, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം പ്രധാനപ്പെട്ട ഖാരിഫ് വിളകളാണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഖാരിഫ് വിളയിൽ പെട്ടുന്നത് സാധാരണ PSC കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്ന നെല്ല് ചോദിക്കും. നെല്ലും ഗോതമ്പുമാണ് ചോദിക്കുന്നത്. അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ഇപ്പൊ നെല്ല്, ഗോതമ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലതും തരാം. ചോളം ഇങ്ങനെ തന്നിട്ട് പറയും താഴെ തന്നിരിക്കുന്നതിൽ റാബി വിളയേത് എന്നൊക്കെ ചോദിക്കുക. അപ്പൊ നെല്ലും ഗോതമ്പും മാറിപ്പോതെ പഠിക്കുക. നെല്ല് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഖാരിഫ് വിളയാണ്. ഖാരിഫ് വിളകള് നിങ്ങളുടെ കയ്യിൽ കോഡ് ഉണ്ടെങ്കിൽ, കോഡ് ഇട്ട് പഠിക്കുന്നവരാണെങ്കിൽ ആ കോഡ് ഒന്ന് കമന്റ് ആയിട്ട് ഷെയർ ചെയ്തേക്കൂ കേട്ടോ. കാരണം മറ്റു കുട്ടികൾക്കത് അറിയത്തില്ലാത്തവർക്ക് പഠിച്ചു പോകാൻ നല്ലതായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ കോഡിട്ടാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കൂ. അപ്പൊ ഖാരിഫ് എന്താണ്? ജൂൺ മാസത്തിൽ എന്ത് ചെയ്യുന്നു? വിളവിറക്കുന്നു. വിളവിറക്കാൻ നിങ്ങൾക്കറിയാം, നിലവെല്ലാം കൃഷി ചെയ്യാൻ പാകത്തിനാക്കി ഉഴുതെടുത്ത് കൃഷി ആരംഭിക്കുകയാണ്. അപ്പൊ ജൂൺ മാസത്തിൽ കൃഷി ആരംഭിച്ചുകൊണ്ട് നവംബർ മാസത്തില് എന്തെടുക്കുന്നു? വിളവെടുക്കുന്ന മാസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഖാരിഫ് വിള എന്ന് പറയുന്നത്. ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, തിനവിളകൾ, ചോളം, നിലക്കടല, കരിമ്പ്, പരുത്തി, ചണം. ഇത് ഇത്രയും എന്താണ്? ഖാരിഫ് വിളകളാണ്. ഇനി നമുക്ക് റാബി വിളകളെ കുറിച്ച് പഠിക്കാം. നെക്സ്റ്റ് റാബി വിള. റാബി വിള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതിന്റെ വിളവിറക്കൽ കാലം എന്ന് പറഞ്ഞാൽ ഖാരിഫ് വിളവെടുക്കുന്ന അടുത്ത സമയത്താണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഖാരിഫ് വിളവെടുക്കുന്ന എപ്പോഴാ? നവംബറിലാണ് അല്ലെ. അപ്പം റാബി വിളവിറക്കുന്നത് നവംബറിന്റെ ഏതാണ്ട് മധ്യസമയമാകുമ്പോഴാണ്. നവംബർ ഒരു സെക്കൻഡ് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും റാബി വിളവിറക്കും. ഇത് പൂർണ്ണമായിട്ടും SCRT പുസ്തകത്തെ ബേസ് ചെയ്താട്ടോ ഞാൻ ഈ ക്ലാസ് തരുന്നത്. അപ്പൊ നിങ്ങൾ ഇനി റാങ്ക് ഫയൽ അത് കണ്ടു ഇത് കണ്ടു എന്നൊന്നും പറഞ്ഞിട്ട് പറയണ്ട. പൂർണ്ണമായും SCRT പുസ്തകമാണിത്. ഓർത്ത് വെക്കുക, റാബി വിളവിറക്കുന്നത് നവംബർ മധ്യത്തിലാണ്. ഇതിന്റെ വിളവെടുപ്പ് കാലം എന്ന് പറയുന്നത് എന്താണ്? മാർച്ചിലാണെന്നും ഓർക്കുക. അതായത് നമ്മുടെ വേനൽക്കാലം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. പ്രധാനപ്പെട്ട റാബി വിളകളാണ് ഗോതമ്പ്. ഞാൻ ആദ്യമേ പറഞ്ഞു എന്താ, നെല്ലും ഗോതമ്പും ഒക്കെയാണ് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത്. അപ്പൊ ഗോ റാബി എന്ന് ഓർത്ത് വെക്കുക. ഗോതമ്പ് റാബി, ഗോ റാബി. ഓക്കെ, ഗോതമ്പ് റാബി വിളയാണ്. അതുപോലെ കടുക്, പുകയില, പയറ് വർഗ്ഗങ്ങൾ, ബാർലി, ഇതൊക്കെ എന്താണ്? ഇതെല്ലാം റാബി വിളകളാണ് കേട്ടോ. ബാർലി, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ, ഗോതമ്പൊക്കെ റാബി വിളകളാണ്. റാബി വിളവിറക്കുന്നത് നവംബർ മധ്യത്തോടു കൂടിയും വിളവെടുക്കുന്നത് മാർച്ചിലുമാണ്. പ്രധാനപ്പെട്ട റാബി വിളകളാണ് ഗോതമ്പ്. ഓർത്തോണം, ഖാരിഫ് വിള നെല്ല്, റാബി വിള ഗോതമ്പ്. ഗോ റാബി ഓർത്ത് വയ്ക്കുക. ഗോ ഡാഡി എന്നൊക്കെ പറയില്ല, ഗോ റാബി. ഓക്കെ, ഇനി അടുത്തത് സെയ്ദ് വിളകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ദൈർഘ്യം കുറഞ്ഞ കാർഷിക വിള രീതിയാണ് ഇത് സെയ്ദ്. അതായത് ഇത്
മാർച്ചിൽ വിളവിറക്കിയിട്ട് ഏതാണ്ട് ജൂണിൽ വിളവെടുക്കും. അപ്പൊ ഏപ്രിൽ മെയ്, മാർച്ച് ഏപ്രിൽ മെയ് വളരെ കാലം കുറവാണ്, ദൈർഘ്യം കുറഞ്ഞ കാർഷിക വിള രീതിയാണ് ഏത്? സെയ്ത്. അപ്പൊ ഇത് മാർച്ചിൽ വിളവിറക്കുന്നു, ജൂണിൽ വിളവെടുക്കുന്നു. പ്രധാനമായും പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയൊക്കെയാണ് ഈ സെയ്ത് കൃഷി രീതിയിൽ വരുന്നത്. അപ്പൊ നമ്മുടെ തണ്ണിമത്തൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു സെയ്ത് വിളയാണ്. അതുപോലെ വെള്ളരി സെയ്ത് വിളയാണ്. ഓക്കെ, ഈ വിളകളെല്ലാം മാർച്ചിൽ വിളവിറക്കി ഏതാണ്ട് ജൂണിൽ വിളവെടുപ്പ് നടത്തുന്ന വിളകളാണ്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും ഇന്ത്യയിലെ 3 കാർഷിക കാലങ്ങൾ. വീണ്ടും പറയുന്നു, SCERT പുസ്തകത്തെ ബേസ് ചെയ്താണ് തരുന്നത്. അപ്പൊ ഇത് പഠിക്കുക. അതോടൊപ്പം തന്നെ റിവിഷൻ ക്ലാസ് ലെറ്റ്യൂസ് എഡ്യൂടിപ്സിന്റെ ആപ്പിൽ ജൂൺ 1 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് മുതൽക്ക് തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് തുടങ്ങാൻ, കുഴപ്പമില്ല. ക്ലാസ് പക്ഷേ ജൂൺ 1 തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അഡ്മിഷൻ നിങ്ങൾക്ക് ഇന്ന് തൊട്ട് എടുക്കാം. LDCക്ക് ആണെങ്കിൽ ഞാൻ പറഞ്ഞു, LDCയുടെ റിവിഷൻ ക്ലാസ്സിന് മാത്രം 750 റുപ്പീസ് ആണ് അതിന്റെ ടോട്ടൽ ഫീസ് വരുന്നുള്ളൂ. LGSനാണെങ്കിൽ 500 മാത്രമേ അതിന്റെ ടോട്ടൽ കോഴ്സ് ഫീസ് വരുന്നുള്ളൂ കേട്ടോ. റിവിഷൻ ക്ലാസ് ഒരു വട്ടം പഠിച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ പലവട്ടം പഠിച്ചിരിക്കുന്നവർക്ക് റിവിഷൻ ചെയ്യാനുള്ള നല്ലൊരു ചാൻസ് ആണ്. ഇനി ഒന്നും പഠിക്കാത്തവർക്കും റിവിഷൻ ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 100% അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. ജൂൺ 1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന. അഡ്മിഷൻ നിങ്ങൾക്ക് ഇപ്പോൾ മുതലേ എടുക്കാം. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആപ്പ് ഇവിടെ നമ്മുടെ ഐഫോണിൽ അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ, ആൻഡ്രോയിഡ് ഫോണിലാണത് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക്